മോളെ നിനക്ക് എങ്ങനെയുള്ള പെണ്ണിനെ കെട്ടാനാ ഇഷ്ടം? ശങ്കര എന്തുവാടാ? ഒത്തിരി അറിയാം എനിക്ക്. ചായ അറിയാം, ടൊമാറ്റോ ചട്നി ചെയ്യാൻ അറിയാം, പിന്നെ നൂഡിൽസ് അറിയാം, ബുർജി ഉണ്ടാക്കാൻ അറിയാം. ഹലോ, ലക്ഷ്മിയിലൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. സത്യം പറഞ്ഞാൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ നിങ്ങളടുത്ത് പറയണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ ദിവസത്തെ ഗ്യാപ്പും വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും എന്നെ ഓർത്ത് വാട്സപ്പിൽ എന്നെ തിരക്കുന്ന ഒത്തിരി പേരുണ്ട്, വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൻ്റെ വീഡിയോയിൽ വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല, വലിയ എഡിറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നു. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോസോ എന്തെങ്കിലും റെസിപ്പികളോ അങ്ങനെ ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ആ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബിജീസ് കിച്ചൺ, എൻ്റെ ചേച്ചി ബോംബെയിൽ നിന്ന് ഇവിടെ വന്ന് തിരിച്ചവള് ബോംബെയിലെത്തി. എന്നിട്ടും അവർ വന്ന ശേഷമുള്ള ഒറ്റ വീഡിയോയെ ഞാൻ ഇട്ടിട്ടുള്ളൂ, അതിനുശേഷമുള്ള വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം അന്ന് എടുത്ത കുറെ വീഡിയോസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആറിയ കഞ്ഞി വഴങ്ങഞ്ഞി എന്ന് പറയുന്ന കണക്ക് ഇനി ഇട്ടിട്ട് കാര്യം ഉണ്ടോന്നും അറിയില്ല. എങ്കിലും ഞങ്ങൾ എങ്ങനെയൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു, സന്തോഷ നിമിഷങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ അവളുടെ വീഡിയോയിൽ കൂടി നിങ്ങൾ അറിഞ്ഞു കാണും, അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പെട്ടെന്ന് വയ്യാതെ വന്നു, ഷുഗറൊക്കെ ഒത്തിരി കൂടി, വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ബ്രദർ എന്നെ വിളിച്ചു പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിൽക്കുന്ന നിപ്പിൽ പോകാൻ പറ്റില്ല. അതേസമയം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹാഫ് ഡേ ലീവ് എടുത്തോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ലീവോ 2-3 ദിവസത്തെ ലീവ് എടുത്തോ നമുക്ക് പോകാം. പക്ഷെ സ്വന്തമായിട്ടൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കേണ്ടതായിട്ട്. അങ്ങനെ പെട്ടെന്ന് നിന്ന നിപ്പിൽ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരുന്നു. 3 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച അഡ്മിറ്റ് ആക്കി. 3 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലോട്ടാണ് കൊണ്ടുപോയത്. വ്യാഴാഴ്ച വീട്ടിൽ പോയി, ഒരു ദിവസം ഞാൻ അവിടെ നിന്നു. അതിനുശേഷം ശനിയാഴ്ച ഞങ്ങൾ കൊട്ടാരക്കരയ്ക്ക് വന്നു. അമ്മ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു, ബിജിയുടെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ, സുഖമായോ? ഞാൻ അമ്മയുമായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്ന് ബിജി ഇവിടെ ഉള്ള വിശേഷങ്ങളാണ്. കഴിയില്ല, കഴിക്കണോ? അത് ദോഷം കഴിച്ചു ഈ മരുന്നാണ് ഇതിനകത്തെ ഇതെന്തൊരു കഴിയല. ഞാൻ അതൊക്കെ ചെയ്തു. ഇത് ചുമ്മാതായിപ്പോയി. എഞ്ചിന്റെ ഭാഗം എഞ്ചിൻ ഞാൻ ചെയ്തു. അതൊക്കെ എല്ലാം ചെയ്തു. ഈ പാത്രം കഴിവൊക്കെ ഇപ്പൊ എത്രാമത്തെ ട്രിപ്പാണ് പാത്രം കഴിവുന്നത്. കഴിവെക്കും കൊട്ട നിറയും, വീണ്ടും കൊട്ട കാര്യാവും. അതാണ് ഇവിടെ നടക്കുന്നത്. ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചു. അച്ചാറിൻ്റെ ഉള്ളി പൊളിച്ച് വെച്ചേക്കുന്നത് ഇങ്ങനെ ആകുമ്പം നിൽക്കുന്ന നിപ്പി ഓരോന്നും തീരുമ്പോൾ അന്നേരം എടുത്തങ്ങ് അച്ചാറിടാമേ. അപ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലം തികയുന്നില്ല പാത്രങ്ങളെല്ലാം കൂടെ വെച്ചിട്ട്. 2 എണ്ണത്തിലായിട്ട് ഇരുന്നതങ്ങ് ഒരെണ്ണത്തിലാക്കിയതാണ്. ഇനി എടുക്കുമ്പോൾ പെട്ടെന്ന് പൊളിച്ചിടുന്നത്. ഇനി ഇത് എടുക്കുമ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കളയാനൊക്കെ ഉള്ള കട്ട് ചെയ്ത് കളഞ്ഞ് ഒക്കെ എടുക്കുന്നത്. കൈ കഴുകി ആരൊക്കെ പോത്തില്ല പ്രൈസ. എണ്ണ വരട്ടണം. എണ്ണ ഇച്ചിരി എടുത്ത് വെയ്യി. ഇവിടെ എല്ലാവർക്കും എണ്ണ വേണ്ടേ?
അപ്പൊ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ബിൻസി ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ എന്നേ കണ്ടു കഴിഞ്ഞു എന്ന്. ശരിയാണ്, ഇപ്രാവശ്യം ഞാൻ അധികം വീഡിയോ ഒന്നും ഇട്ടില്ല, കാരണം ഡെയിലി അവള് വീഡിയോ ഇടുന്നുണ്ടായിരുന്നല്ലോ. അവള് മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ട് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ എഡിറ്റ് ചെയ്യുന്ന കാണാം. ഞാൻ ഇടയ്ക്കൊക്കെ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു മൊബൈൽ, പക്ഷെ എനിക്ക് എന്തോ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഞാൻ ലാപ്ടോപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എന്റെ വീഡിയോ എല്ലാം ലേറ്റ് ആവുന്നത് കേട്ടോ. അടിക്കണം, അന്നേരം എനിക്കൊരു സുഖം കിട്ടിയ ചത്തു പോകത്തില്ല. അടിയെന്ന് പറയുന്നത് മനസ്സിലായില്ല, അതുകൊണ്ടാ അവൻ ചെന്ന് मेरे को തോണ്ടി. पता है अड़का नहीं के क्या ही फर्क पड़ते है എടാ मैं ना उससे എടാ കൊതുകിനെ അടിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണെന്നറിയാവോ, നല്ല ഒരു അടിയങ്ങ് കൊടുക്കണം. എന്തോത്തിനാ പിന്നെ കൊതുക് ചാവൻ. പോൾമോൻ ഇത് പൈസ ഉണ്ട്, പിന്നെ ഇടണേ. വീട്ടിലെല്ലാരും ഉള്ളപ്പോ ഒരാള് അനക്കവും മേളവും. അവര് പോയി കഴിഞ്ഞപ്പോ ഞാൻ പറയായിരുന്നു വീട് വീണ്ടും ഉറങ്ങി. കാരണം കൊച്ചുങ്ങളൊക്കെ ഉള്ളപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയും വിളിക്കുകയും സംസാരവും എല്ലാം ഒരുമിച്ച് ചെയ്യുന്നു. തമാശയും കാര്യങ്ങളുമായിട്ട് സത്യം പറഞ്ഞാൽ ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. അവൾക്ക് കുറച്ച് ദിവസം കൂടി നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസത്തേക്കല്ലേ വന്നത്, വീട്ടിലും നിന്നിട്ടില്ല. വീട്ടിൽ അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, പിന്നെ പോകേണ്ട അടുത്ത് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഇപ്രാവശ്യത്തെ അവളുടെ ലീവ് തീർന്നു എന്നുള്ളത് ഞങ്ങൾ പറയുമായിരുന്നു, എന്തായാലും ഫ്ലൈറ്റ് ചാർജ് ഒക്കെ മുടക്കി വന്നയാ, കുറച്ച് ദിവസം കൂടെ നീട്ടി എടുത്തുവിടായിരുന്നു. പക്ഷെ നിൽക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ശങ്കര, എന്തുവാ എന്തുവാടാ ഓടാ എന്തുവാ? എനിക്ക് കൂട്ടിന് പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവനെ ഞാൻ ശങ്കരൻ എന്നാണ് വിളിക്കുന്നത്. വേറെ ഒരു പൂച്ചയുടെ പ്രസവത്തിൽ 3 കുട്ടികളുണ്ടായിരുന്നു. മറ്റൊരു ഇറങ്ങി വരാറുണ്ട്, ഒരാണും 2 പെണ്ണും. ഇവൻ ആണാണ്. ഞാനേ ഒരു 5-6 ദിവസത്തിന് മുമ്പ് ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു. ഇവരെ ഈ പൂച്ചകളെ കുറിച്ചുള്ള പ്രത്യേകത ശരിയാണ്, ഇവര് ജിഞ്ചർ ഇനത്തിൽപ്പെട്ട പൂച്ചകളാണെന്നാ പറയുന്നത്. ഈ കളറ് ഇവരുടെ ക്രോമസോം എന്തോ വ്യത്യാസമുണ്ട്, അതുപോലെ കണ്ണും വ്യത്യാസമുണ്ട്. പെട്ടെന്ന് മനുഷ്യരുമായിട്ട് ഇണങ്ങുമെന്ന്, സത്യമാണത്. പെട്ടെന്ന് ഇണങ്ങിയിട്ടുണ്ട് ഇത്. അപ്പം പോൾമനാണ് ചക്ക കുഴച്ചു തന്നത് കേട്ടോ, ഞാൻ കുഴച്ചു തരാമെന്നും പറഞ്ഞ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത്, ഒരു മടിയില്ല, എന്ത് പറഞ്ഞാലും ചെയ്യുകയും ചെയ്യും. ഒരു മടിയില്ല. അതിനുശേഷം ഞങ്ങള് ചക്ക വിളമ്പിയത് തേക്കിന്റെ ഇലയിലാണ്. പഴയ കാലത്ത് തേക്കല, വാഴയില, അതുപോലെ തന്നെ വട്ടയില, ഇതിനകത്തൊക്കെയാണല്ലോ നമ്മള് ചക്കയും കൂടുതലും ചക്ക തണുക്കാനൊക്കെ വിളമ്പി വെക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ, ആ ഇലയുടെ ടേസ്റ്റ് കൂടെ ഒക്കെ ആവുമ്പോ. അപ്പം കൊച്ചുങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നതും ഇങ്ങനെയൊക്കെ അറിയുന്നത് പോലും. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ അവരൊക്കെ അതൊക്കെ ഒന്ന് അറിയട്ടെ, അങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ചക്ക ഇന്ന് വെക്കുന്നേ പിന്നല്ല, വലുത് തന്നെ കിട്ടി. മതി മതി. ജോഷ് പറയുന്നയാ, അമ്മച്ചി മധുരവും ഉപയോഗിക്കല്ലേ, ഉപ്പ് ഉപയോഗിക്കല്ലേ. നിങ്ങൾ ആരൊക്കെ കുഞ്ഞിലെ ഇങ്ങനെ തേക്കലയിലും വട്ടയിലയിലും ഒക്കെ ഈ ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. ചൂട് ചക്കയും മാങ്ങാ ചമ്മന്തി ഒക്കെ ആയിരുന്നു കുഞ്ഞിലത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴും ആ ഒരു കോമ്പിനേഷൻ ഒരു പ്രത്യേകതയാണ് കേട്ടോ. എല്ലാവർക്കും ചക്ക വേവിച്ചാൽ ഒരു പക്ഷെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ ഭയങ്കര സമയം എടുക്കുന്ന ഒരു പണിയാണ്. ഇത് വെട്ടിപ്പറക്കി അടുപ്പേ കയറ്റി കഴിഞ്ഞാല് ഷാടേന്ന് പറഞ്ഞാൽ തിന്നാനൊന്നും അറിയത്തില്ലല്ലോ, പാത്രത്തിൽ കൊടുത്താലല്ലേ പറ്റൂ. ഇല മതിയോ? അപ്പൊ മറ്റതിനോ? അവന് വേണ്ട, അവന് നോക്കാം, പിന്നൊരു ഡൗട്ടുണ്ട്. അയ്യോ, എങ്കിൽ പിന്നെ അതിനങ്ങ് ചോറ് കൊടുത്തുകൂടായിരുന്നോ? ഇപ്പൊ അച്ചാർ ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും മീന്തല എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് കാണും. ഇത് കേരച്ചൂരയുടെയാണ്. അതിനിടയ്ക്ക് പീസും ഉണ്ട്. അതായിരുന്നു കറി വെച്ചത്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു പിള്ളേരത് കഴിക്കുമെന്നൊക്കെ, പക്ഷെ നന്നായിട്ട് മുള്ളൊക്കെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടു. പല കാര്യങ്ങളും ഈ പിള്ളേര് അവരവരുടെ വീട്ടിൽ പലതും അത് വേണ്ട ഇത് വേണ്ടാന്ന് നിർബന്ധം പിടിക്കും. അപ്പൊ എന്ത് ചെയ്യും, അമ്മമാര് അടുത്തത് ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവർക്ക് നിർബന്ധങ്ങളും ഇല്ല, ഒന്നുമില്ല. അവർ കഴിക്കാത്ത പല കാര്യങ്ങളും, വെജിറ്റബിൾസ് തോരനുകളായാലും ചെറിയ മീനുകളായാലും ഇവിടെ വന്നിട്ട് നന്നായിട്ട് കഴിച്ചു. അവർക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയമാണ്. കാരണം അവിടെ വെക്കുമ്പോൾ വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്മമാര്, എല്ലാ അമ്മമാരും ഇങ്ങനെയാണ്. മക്കൾക്ക് എന്തെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ അത് മാറ്റിയിട്ട് അവർ വേണം എന്ന് പറയുന്നത് ഉണ്ടാക്കി കൊടുക്കും. അവർക്കതൊരു ഇതാണ്, കാരണം അവർക്കറിയാം അവര് പറയുന്നത് ഉണ്ടാക്കി കൊടുക്കുമെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇതൊക്കെ ശീലിച്ചോണം, വീട്ടിൽ ചെന്നിട്ട് എന്ത് വെച്ച് തന്നാലും അത് കഴിച്ചോണമെന്ന്. മുള്ളുറിഞ്ചെന്ന് നോക്കാൻ അവന് മുള്ളുറിഞ്ചുന്ന ഇഷ്ടമാണോ? എനിക്ക് കൊടുക്കാം, ഉണ്ട്. എങ്ങനെയുണ്ട്?
പ്രൈസിന് ചക്കയേക്കാളും കപ്പയോടാണ് ഇച്ചിരി ഇഷ്ടം. ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും ഇച്ചിരി ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു. കഴിച്ചു തുടങ്ങിയപ്പോ അവനും കഴിച്ചു. പിന്നെ ചക്കയൊക്കെ അല്ലേ, അതൊക്കെ ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ചക്കക്കുരുവിന്റെ പാടയാണ്. പണ്ട് അമ്മ ഇത് വറുത്ത് തരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ അടുത്തിടെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഇത് തോരൻ വെക്കുന്നത്. ഞാൻ തോരൻ വെച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു സംഭവം. ചുരുക്കി പറഞ്ഞാൽ ചക്കയുടെ ഒന്നും വേസ്റ്റ് ആക്കാനില്ല. എൻ്റെ നര പറിച്ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പോൾമോൻ എൻ്റെ തലയിൽ നര പറിച്ച വീഡിയോ ഇട്ടപ്പം ആരോ ഒരാൾ കമൻ്റ് ഇട്ട് കിളവിയായാൽ പിന്നെ നരയ്ക്കത്തില്ലയോ എന്ന്. നരയ്ക്കും, സത്യം. എന്നാ എന്നേക്കാൾ ഇളവില്ലേ നീ? എൻ്റെ ഇങ്ങനെ നരച്ചിട്ടില്ലല്ലേ? പറയുന്നവർക്ക് പറഞ്ഞൂടെ. ബോംബെയിലൊക്കെയാണ് സ്കൂളിൽ പഠിക്കുന്ന 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചുങ്ങളുടെ വരെ നരയുണ്ട്. ഇപ്പോഴത്തെ സ്കൂള് നല്ല വൃത്തിയായിട്ട് നര പറിക്കും കേട്ടോ. അതായത് കുട്ടി നര പോലും പറിക്കുന്നത് നമ്മൾ അറിയത്തേയില്ല. ഒട്ടും വേദനിക്കത്തുമില്ല. നല്ല ഫൈനായിട്ട്. എനിക്കറിയില്ല എങ്ങനെ ഇങ്ങനെ പറ്റുന്നതെന്ന്. ഞാൻ പറയായിരുന്നു ഇതൊരു ജോലിയായിട്ട് പ്രഖ്യാപിച്ചാൽ അവനതിൽ ഏറ്റവും വലിയ പ്രൊമോഷൻ കിട്ടി നല്ല ലെവലിൽ പോകുമെന്ന്. പക്ഷെ ഇതൊരു ജോലിയായിട്ട് അവര് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. കാരണം അത്ര നന്നായിട്ട് എടുക്കും കേട്ടോ. കേൾക്കുന്നവരിപ്പോ വിചാരിക്കും എന്ത് വട്ടാണ് ഈ പറയുന്നതെന്ന്. അപ്പൊ ഇപ്രാവശ്യം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ജോലി ചെയ്യുമ്പോ എനിക്ക് കാൽവേദന വരാറുണ്ട്. അപ്പൊ നമ്മുടെ ചാമ്പ്യൻ തൈലം ഞാൻ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നതാണ്. വേദനകൾക്കൊക്കെ അതാണ് ഞാൻ ഇട്ട് തേച്ചിട്ട് രാത്രി കിടന്നുറങ്ങുന്നത്. ഇപ്രാവശ്യം എന്റെ കാലൊക്കെ തടവി തന്ന പോൾമോനാണ് കേട്ടോ. ഒരു പാവം കൊച്ചാണെന്നേ. +2 ആണെങ്കിലും എന്താണ് അതിൻ്റെതായിട്ടുള്ള, എനിക്ക് തോന്നുന്നു നാട്ടിലെയൊക്കെ +2 എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ കുറച്ചുകൂടെ ഒക്കെ മെച്യൂറായി അവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ്. പക്ഷെ ഇവൻ അങ്ങനെയല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യും. അതിനൊരു നാണക്കേടില്ല. എനിക്ക് തോന്നുന്നു ഇത് പുറത്തൊക്കെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് കള്ളം എന്താണ് അങ്ങനെയുള്ള ഒന്നും അറിയത്തില്ല. നേരെ വാ നേരെ പോ. നമ്മളൊക്കെ എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് കളിയാക്കി പറഞ്ഞാലും അവനത് മനസ്സിലാവത്തില്ല. ഭാഷയും കൂടെ ഒക്കെ ആയി, ഭാഷയുടെ കൂടെ ആയിരിക്കാം, അതും അറിയില്ല. അതൊക്കെ പോട്ടെ. അപ്പൊ രാത്രിയായപ്പം വിനാഗിരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അച്ചാർ ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വിനാഗിരി ഇങ്ങ് എടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്നാണ് ഈ വിനാഗിരി. കാരണം ഇത്തിരിയെങ്കിലും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അച്ചാർ നല്ല പണി കിട്ടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് വിനാഗിരി എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ അല്ല കേട്ടോ. കാരണം അവര് വന്നപ്പോ തൊട്ടുള്ള ദിവസങ്ങളെല്ലാം കൂടി ആഡ് ചെയ്ത് ഞാനൊരു വ്ളോഗ് ആക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ പിന്നെയെന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയിട്ടും കാര്യമില്ലല്ലോ. അപ്പം പിള്ളേരും ന്യൂസാനോടൊക്കെ കൊറിയർ അയക്കാനും ഒക്കെ ആയിട്ട് പോയതാണ് പിറ്റേ ദിവസം. എവിടെ പോയാലും രണ്ടുപേരും ജോസ്റ്റാൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 2 വീലർ ആണെങ്കിൽ ആരെങ്കിലും ഒരാൾ കാണും, കാറാണെങ്കിൽ രണ്ടുപേരും കാണും. അപ്പോ അന്നത്തെ ദിവസം അവരങ്ങ് പോയി. അതിനുശേഷം ഞങ്ങൾ കുറേ ജോലികളുണ്ടായിരുന്നു. തലേന്ന് ചക്ക വേവിച്ചത് കൊണ്ട് ചക്കയും മീൻകറിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് വലിയ അതായിട്ട് പിന്നെ വീണ്ടും ഒന്നും ചെയ്തില്ല. തുണി കഴുകലുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെയിലനുസരിച്ചാ തുണി കഴുകിക്കൊണ്ടിരുന്നത്. അവള് യഥാർത്ഥത്തിൽ 2-3 ദിവസം നിൽക്കാൻ വേണ്ടിയാ വന്നെങ്കിലും ഞങ്ങൾ നിർബന്ധിച്ചൊരു 2 ദിവസം കൂടി നിർത്തിയതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള തുണികളെ അവളും കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. അങ്ങനെ വാഷിങ്ങിന് വേണ്ടി ഇട്ടു. അപ്പൊ അവള് നിക്കാൻ മടിക്കുന്നതിന്റെ കാര്യം കാരണം എല്ലാവർക്കും കൂടി സ്ഥലം ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങളുടെ വീട്ടില് 2 ബെഡ്റൂമാണുള്ളത്. ഒന്ന് ഞങ്ങൾ കിടക്കുന്ന കോമൺ ഒരു ബെഡ്റൂം, പിന്നെ ഒരെണ്ണം എന്ന് പറയുന്ന ഒരു ചെറിയ ബെഡ്റൂമാണ്. അതിനകത്ത് നേരത്തെ എന്ന് പറയുന്ന ജോസന്റെ ബ്രദറും ഫാമിലിയും ഞങ്ങളും ഒക്കെ ഒരുമിച്ച് താമസിച്ചതാണ്. അന്നെന്ന് പറയുന്ന ഇവിടെ നാട്ടിലുള്ള ആ ഫർണിച്ചറുകൾ എത്രയുണ്ടോ അത് മാത്രമേ ഉള്ളൂ. വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം കാലിയാക്കി ബോംബെന്ന് വന്നപ്പോ ആ ഫർണിച്ചറുകളും എല്ലാം കൂടെ ഒക്കെ ആയപ്പോ, ഇപ്പൊ പിന്നെ അച്ചാർ ബിസിനസ് കൂടെ ആയപ്പോ അതിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ വെക്കണം, അതിന് തന്നെ കുറെ സ്ഥലം വേണം. എല്ലാം കൂടെ ആയപ്പോ സ്ഥലം തികയുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ അവള് വന്നപ്പോ ഞാനും അവളും കൂടി ഞങ്ങളുടെ ബെഡ്റൂമില്, ജോസാൻ മറ്റേ ചെറിയ ബെഡ്റൂമില് ഒരു കുഞ്ഞു കട്ടിലാണത്. കാരണം ഒരു 2 പേർക്ക് കിടക്കാവുന്ന കട്ടില് മേടിച്ചാൽ അതിൽ ഇടാൻ സ്ഥലമില്ല. ഓൾറെഡി അതിനകത്ത് മേശയും 2 അലമാരികളും അത്രയൊക്കെ ഇടാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പം അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. പ്രൈസനും പോളും ഹാളില് തറയില് അങ്ങനെയാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവള് പറയുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞു എടി എപ്പോഴും അല്ലല്ലോ, 3-4 ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് സാധനങ്ങൾ കൂടിയപ്പോൾ സ്ഥലം തികയാതായി പോയി. എന്നാൽ ആ സാധനങ്ങൾ കളയാൻ പറ്റുമോ? അതുമില്ല. കാരണം നല്ല സാധനങ്ങളാണ്, നമ്മൾ അധ്വാനിച്ച് മേടിച്ചത് വെറുതെ കളയാനും പറ്റത്തില്ല. ആവശ്യമുള്ളതാണ്, എന്നിട്ടും ഇതിലൂടെ സ്ഥലം തികയുന്നില്ല. കാരണം നമുക്ക് സ്റ്റോറേജ് എത്രയും സ്റ്റോർ ചെയ്ത് വെക്കാമോ അത്രയും സ്ഥലം വേണം.
ഈ ബിസിനസ് തുടങ്ങിയതിൽ പിന്നെ. കാരണം അതിന്റെ മെഷീനുകൾ വെക്കണം, കവറുകൾ വെക്കണം, ബോട്ടിലുകൾ വെക്കണം, എല്ലാം കൂടെ സ്ഥലം തികയാത്ത അവസ്ഥയായിട്ട് ഇപ്പോ വീട്ടില്. എങ്ങനെ ഉണ്ടായിരുന്ന യാത്ര? മസ്തായിരുന്നു. യു ഇവൻ ഈ നിക്കറിട്ടുണ്ടെന്ന് പോയേ ചെറുത്. അവന്റെ വെനിയനെ കാണുന്നുണ്ട്, നിക്കറ് കാണുന്നില്ല. അങ്ങ് മണ്ട കയറ്റിയിട്ടേക്കുവോ അതാ. ആ കണ്ടോ, നിക്കറുണ്ട്, നിക്കറ് മണ്ട കയറ്റിയിട്ടേക്കുവോ. എല്ലാം ഒക്കെ കിട്ടിയോ? എല്ലാം കിട്ടി. ആ ചീനി ഇതാ കാശ്മീരി. പോളൂസേ, പോളൂ ഇങ്ങ് വാമാനെ. ഉണ്ട് ഇത് അവിടുത്തെ നമ്മുടെ ഡൈനിങ് ടേബിളിലോട്ട് വെക്കോ. എടുക്കുമോ അത്രയും വെയിറ്റ്? ആ പിന്നെ എന്നാ അവസാനൂടെ കൊണ്ടുപോകും. റൈസമോൻ ഇങ്ങ് വാ. ഇതാ മേശപ്പുറത്തോട്ട് കൊണ്ടുവച്ചോ, നമ്മുടെ ഡൈനിങ് ടേബിളിൽ. അതും ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവച്ചോ. ഇതിന്റെ വീഡിയോ എടുത്തപ്പോ കൊച്ചുകൾ പറഞ്ഞു വേണ്ടടി വീഡിയോ ഇട്ട ഇനി ആരെങ്കിലും അത് പറയും ഒന്നാമതേ വണ്ണോ അതിന്റെ കൂടെ പഴകഞ്ഞിയും കൂടെ കുടിക്കുന്ന. ഞാൻ പറഞ്ഞു അത് നമ്മുടെ ഇഷ്ടമല്ലേ, നമുക്കുള്ള ആഗ്രഹങ്ങള് നമ്മൾ ചെയ്യുന്നതിന് മറ്റുള്ളവർ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇതെന്നൊക്കെ പറയുന്ന എന്നും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ, വർഷത്തിൽ 1-2 പ്രാവശ്യമായിരിക്കും. എനിക്ക് തോന്നുന്നു വർഷങ്ങളായി ഒരു പഴകഞ്ഞി കുടിച്ചിട്ട്. എന്നാൽ നാട്ടിലാണ് എന്നാലും അങ്ങനെ കഴിക്കാറില്ല. അപ്പോ അവിടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണോ? കാരണം നാട്ടിൽ 2 വർഷത്തിന് ശേഷം വന്നാണ് ഇതൊക്കെ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു നീ ഒന്നും നോക്കണ്ട, നീ നിനക്ക് ആവശ്യമുള്ളത് കഴിച്ചോ, കൂട്ടത്തിൽ ഞാനും കഴിച്ചോളാം. അങ്ങനെ തേങ്ങ അരച്ച മീൻകറി ഉണ്ടായിരുന്നു, മറ്റേ മുളകരച്ച മീൻകറി ഉണ്ടായിരുന്നു, തൈരും കാന്താരിയും. പിന്നെ കാന്താരി അതിനകത്തുനിന്ന് ഞാൻ ഈ വെള്ള കാന്താരിയേക്കാളും എരി കൂടുതലും മറ്റേ കുഞ്ഞൻ പച്ചക്കാന്താരി ഉണ്ടല്ലോ അതിനാണ്. അപ്പൊ അതിനകത്തുനിന്ന് പച്ചക്കാന്താരി തെരഞ്ഞു പിടിച്ചെടുക്കുവാണ് ഞാൻ. അതിന്റെ കൂട്ടത്തിൽ മാങ്ങ അച്ചാറും കൂട്ടിയുള്ള എന്താണ് പഴങ്ങഞ്ഞി. ഉച്ചയ്ക്കാണ് കഴിച്ചത് കേട്ടോ, രാവിലെ അല്ല. കാരണം ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കുമ്പോൾ അതാക്കാവുന്ന രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു, രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു അതുകൊണ്ട്. അപ്പം എന്താണ് പറയുന്നത്, ചിലർക്കെങ്കിലും തോന്നും ഇതുങ്ങൾക്കൊക്കെ എന്താണ് ഇത്രയും കഴിക്കുന്നേ, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വണ്ണം ഉണ്ട് എന്നിട്ടും പഴങ്ങഞ്ഞിയാണോ എന്നൊക്കെ. ബഹുജനം പലവിധം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആഗ്രഹമുള്ളത് ഞാൻ കഴിക്കാറുണ്ട്. പിന്നെന്താണ്, വണ്ണം കൂടിയാലും കുറഞ്ഞാലും കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും ജോലി ഉണ്ടെങ്കിലും ഇല്ലേലും കല്യാണം കഴിഞ്ഞാലും ഇല്ലേലും മക്കളുണ്ടെങ്കിലും ഇല്ലേലും നാട്ടുകാർക്ക് ഇതെല്ലാം ചർച്ചാ വിഷയമാണ്. നേരി കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സ് അടയുന്നവരും ഉണ്ട്. വണ്ണം ഉള്ളവരെ കണ്ട അയ്യോ എന്തോ വണ്ണമാ, കുറച്ചുകൂടെ വണ്ണം ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒന്നും വെച്ച് തരുന്നില്ലേ. കറുത്തിരുന്നാൽ അയ്യോ എന്താണ് കറുത്തിരിക്കുന്നേ, വെളുത്തിരുന്നാൽ അതും കുറ്റം. നീ ഇപ്പൊ ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പഠിച്ചതല്ലേ, എന്താ ഒരു ജോലി ഇല്ലാത്ത. നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരില്ലെങ്കിൽ ആർക്കാ കുഴപ്പം, എന്താ കുഴപ്പം, ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ. നമ്മുടെ നാട് അങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോ ഇങ്ങനെയൊക്കെ എന്താ പറയുന്നതെന്ന്. പോട്ടെ. മോളുമോനും പൂച്ച പട്ടി ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനെ എങ്ങനെങ്കിലും ഒന്ന് ഇണക്കാൻ നോക്കണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവനെ ഞാനുമായിട്ട് ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തിരിക്കുമ്പോ വന്ന് മുട്ടി ഒരുമയൊക്കെ ഇരിക്കുകയും തൊട്ട് പുറകെ ഇരിക്കുന്ന അവന്റെ അനീത്തി കൊച്ചാണ് കേട്ടോ. അനീത്തിന്നോ പെങ്ങളെന്നോ എങ്ങനെ വേണേലും പറയാം. അതത്ര അടുക്കത്തില്ല, ഉണ്ടക്കണ്ണി പേടിയാണ്. മറ്റവൻ നന്നായിട്ട് അടുക്കും. അപ്പൊ ഞങ്ങൾ പുറത്തു പോയെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ ദിവസമായിരുന്നു. ഇവിടെ നെല്ലിക്കുന്നത്ത് ചർച്ചിലെ റാസയായിരുന്നു കേട്ടോ. അപ്പം വന്നപ്പോ തൊട്ടേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന്. അത് നടന്നില്ല. അതായത് എന്തെങ്കിലും പുറത്തു പോയി സ്നാക്സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു നേരത്തെ ഫുഡോ ഒക്കെ കഴിക്കണോ. നമ്മള് വീട്ടില് അഞ്ചല് ഇതുപോലെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്തു പോകാം, ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ എന്ന് വെച്ചാല് എല്ലാരും അവള് ലീവിന് വരുമ്പോ, ഇപ്പൊ ഞാൻ ലീവിന് വരുമ്പോഴായാലും എന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങൾ പുറത്തൊന്നും കറങ്ങാൻ പോകുന്നില്ലേ, ഒരു 1 ഡേ ട്രിപ്പ് അല്ലെ 2-3 ദിവസം കറങ്ങാൻ, അങ്ങനെയൊക്കെ എന്താ പോവാത്തേന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്നല്ല, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അതിനേക്കാളും ഇഷ്ടം ഉള്ള സമയം വീട്ടിൽ എല്ലാവരുമായിട്ടും അമ്മയോട് ഒരുമിച്ച്. കാരണം അമ്മയ്ക്ക് യാത്ര ചെയ്യൊക്കെ ഒട്ടും നടക്കത്തില്ല. കാരണം ഈവൻ സൺഡേ ചർച്ചിൽ പോയിട്ട് വരുമ്പോഴായാൽ പോലും അന്നത്തെ ദിവസം മൊത്തം ദേഹം എന്നാ നടക്കുമല്ലേ, ഓട്ടോയിലാന്നേ പോയിട്ട് വരണേ, അന്നത്തെ ദിവസം മൊത്തം ദേഹം വേദന എടുത്ത് കിടപ്പായിരിക്കും. ഇപ്പോഴും ഇത്രയും ആയത് എനിക്ക് തോന്നുന്നു ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു അവിടെ. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ അമ്മയും പോകുമായിരുന്നു. ചെറിയൊരു ചാറ്റമഴ നനഞ്ഞു എന്ന് പറയുന്നു വന്ന വഴി.
കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടില് വണ്ടിയില്ല, ഫോർ വീലർ ഇല്ല, പോയി വരുന്നതെല്ലാം ഓട്ടോയിലാണ്. അപ്പം ചെറിയൊരു ചാറ്റമ്പഴയിൽ നനഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് അമ്മയ്ക്ക് പ്രശ്നമായി എന്ന് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ അടുപ്പിച്ച് യാത്രയൊന്നും അമ്മയും കൊണ്ട് ഒക്കത്തേയില്ല. ഇവിടെ വരാൻ പോലും അമ്മ പേടിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ശരീരസുഖമില്ല, കാണുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. പക്ഷെ വീട്ടില് ഇരുന്ന് എന്തേലും അരിയല് പറക്കല് അമ്മ വെറുതെ ഇരിക്കത്തില്ല, എന്തേലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ശരീരത്തിന് നല്ല പ്രയാസമുണ്ട്. അങ്ങനെയുള്ള അമ്മയും കൊണ്ട് കറങ്ങാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? ഇവരൊന്ന് ഹോട്ടലിൽ പോയി ഒരു ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ പോലും അമ്മയ്ക്ക് ഒരുമാതിരിപ്പെട്ട ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് പോലും വളരെ പേടിച്ചാണ്. കാരണം അസിഡിറ്റി, നെഞ്ചരിച്ചില് അങ്ങനെയൊക്കെ ഏത് കഴിച്ചാലാണ് പ്രശ്നമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വളരെ പേടിച്ചാണ് ഞാൻ ഓരോ ഫുഡും കൊടുക്കുന്നത്. വീട്ടിലായാലും അമ്മ വളരെ കുറച്ചാ ഫുഡ് കഴിക്കുന്നത്, പേടിച്ചിട്ട്. കാരണം ഗ്യാസ് കയറി വയറ് കമ്പിച്ച് പിന്നെ രാത്രിയിൽ ഒട്ടും ഉറങ്ങാനൊക്കത്തില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പുറത്തൊന്നും കറങ്ങാൻ പോവുകയോ അങ്ങനെ ഒന്നുമില്ല. കാരണം നമ്മുടെ അമ്മയുടെ കൂടെ അല്ലെ സഹോദരങ്ങളുടെ കൂടെ ഇത്രയും ദിവസം ആകെ വരുന്നത് 25 28 അല്ലെ ഒരു മാസം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇഷ്ടം നോക്കി കറങ്ങി നടക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അതിനേക്കാളും ഇഷ്ടം നമ്മുടെ വീട്ടുകാരോട് കൂടി സ്പെൻഡ് ചെയ്യാനല്ലേ. ഞങ്ങൾ എഴുത്താണിയിലാണ് പോയത് കേട്ടോ, കൊട്ടാരക്കര ട്രിവാൻഡ്രം റൂട്ടിന്. നല്ല ഫുഡാണ്. ഇത് മാത്രമല്ല, അല്ലാതെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഉച്ചയൂണായാലും നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. അവർക്ക് പൊറോട്ടയാണല്ലോ ഇഷ്ടം, അതുകൊണ്ട് പൊറോട്ട ബൺ പൊറോട്ടയാണ് കേട്ടോ, കുഞ്ഞി പൊറോട്ട. പിന്നെ ഇടിയപ്പം ഓർഡർ ചെയ്താൽ നല്ല ടേസ്റ്റ് പൊറോട്ടയാണ്. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഭയങ്കര കൊച്ചുവർത്താനായിരുന്നു. അത് നിങ്ങൾ കേട്ടിട്ട് അയ്യോ അതെന്താണ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷേ പോൾമോനെ സംബന്ധിച്ചിടത്തോളം അവന് ലാംഗ്വേജ് നല്ല വശമില്ല. അവൻ പറയുന്നത് ചില കാര്യങ്ങള് നന്നായിട്ട് മലയാളം അറിയാവുന്നവർക്ക് ഒരുപക്ഷെ വേറെ രീതിയിലൊക്കെ അർത്ഥം തോന്നിയേക്കാം. പക്ഷെ അവന് അത്ര അറിയത്തില്ല. അവന്റെ കുറച്ച് സംസാരങ്ങളും ഞങ്ങളുടെ തമാശകളും ഒക്കെയാണ് കേട്ടോ. അപ്പൊ അത് വേറെ ഒരു മീനിങ്ങിൽ നിങ്ങൾ ചിന്തിക്കല്ലേ. അവന്റെ അറിവിനനുസരിച്ച് ചോദിക്കുന്നതിന് അവനൊരു ഉത്തരം തന്നു, അത്രയേ ഉള്ളൂ. എന്നതൊക്കെ നയിക്കട്ടെ. എല്ലാരും എഴുത്താണി പോയി തിന്നിട്ട് ഇവിടെ ഇരിക്കുന്നു. എഴുത്താണി വെട്ടിയേക്കിനാണ് ഫേമസ്. അപ്പൊ പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതുണ്ടായിരുന്നു. കുറെ ദിവസമായിട്ട് ഞങ്ങളൊന്ന് പുറത്തു പോകണം. പിന്നാവട്ടെ കുഞ്ഞി പൊറോട്ട. അപ്പൊ ഫുഡ് റിവ്യൂ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കാട്ടി നല്ല വേറെ ഒരു കടയുണ്ട്, ചട്ടിക്കകത്ത് നല്ല നല്ല പഴങ്ങഞ്ഞു കിട്ടും. ഇല്ല, അടൂരോട്ട് പോകുന്നുണ്ടോ പോയി കുടിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കാര്യമായിട്ട് പറയുന്നിരുന്നു. വീഡിയോ കാണുന്നയാ. ഒരു ദിവസം പോണോന്ന് വിചാരിച്ചിരിക്കുക. എല്ലായിടവും പോവും ഇവിടെ. അമ്മയുടെ ഹെയർ സ്റ്റൈല് മാറ്റി ബ്യൂട്ടിഫുൾ ആക്കുന്നു. അമ്മയെ ബ്യൂട്ടിഫുൾ ആക്കുന്നു. ബ്യൂട്ടിഫുൾ ആക്കുവോ? എന്നെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കണേടാ. എടാ പോളെ, എന്നെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ കൊച്ചോള് ചുമ്മാ മുടി അങ്ങ് മണ്ടേ വാരി കെട്ടി. നിങ്ങൾക്ക് വേറെ വല്ലതും വേണോ? നീ എന്താ ചോദിച്ചേ? और किसी को किसको पटाने का है? वो नहीं आता ना पटाने का मतलब. ചോദിച്ചത് മനസ്സിലായോ? മനസ്സിലായി. ഞാനല്ലാതെ വേറെ ആരെങ്കിലും വേണോന്നു? പിന്നെ ഇംപ്രസ് ചെയ്യാൻ നിങ്ങളുടെ എന്താ ഫസ്റ്റ് ഇംപ്രഷൻ ഒന്നുമല്ല. അല്ല കുടി എന്തുവാ ഇവിടെ? ഹെയറിന്റെ പരസ്യമോ? ये बहुत अच्छा है, ऐसा रखो ना थोड़ा. मैंने नहीं अच्छी बात की, मैंने आपका कुछ नहीं लिया. ഇവിടെ വന്നത് വരുമ്പോ എന്തൊരു നോക്കലുമായിരുന്നു. ഇവനെ വളർത്തിയത് ഞാനാ കേട്ടോ. എത്ര ദിവസമായിരുന്നു പ്രസവിച്ചിട്ട്? എത്ര ദിവസം ഇല്ലേ കൊണ്ടുപോയേ? 3 മാസം നിന്നില്ലേ? അല്ല 3 മാസം നിന്നില്ല. എനിക്ക് 1.5-2 മാസം. അപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നല്ലോ ഇവളുടെ ഡെലിവറി. അപ്പോൾ ഇവനെ എൻ്റെ കൂടെ ആയിരുന്നു കിടത്തുന്നത്. ഇങ്ങനെ ഞാൻ കൈ വെച്ചേക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് പോവാതെ. എലിക്കുഞ്ഞിൻ്റെ അത്രയും ഉണ്ടായിരുന്നു.
അങ്ങനെ വളർത്തിയവനാണ് ഈ ഇരിക്കുന്നത്. ഇനി ഇവൻ പുറത്തോട്ടൊക്കെ പോയി വിദേശത്തെങ്ങാനും പോകാൻ ഞാൻ പറഞ്ഞു UK കാനഡയിലോ ഒക്കെ പോണേടാ, എന്നിട്ട് എന്നെയും കൊണ്ടുപോകണേന്ന്. അങ്ങനെ എനിക്ക് കാണാൻ പറ്റുമെന്ന്. കൊണ്ടുപോകണേ ആഗ്രഹം അതാ. അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടെന്ന്. അമ്മയെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകണം. എനിക്കൊന്ന് കാണണം അവിടെ ഒക്കെ. പിന്നെ ഇപ്പൊ കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കാം UK കാനഡയൊക്കെ പോകാൻ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആർക്കും പോകാം. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും പോകാം. അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് പറയുന്ന പിള്ളേരെല്ലാം +2 ഒക്കെ കഴിഞ്ഞ് വെച്ച് വിദേശത്ത് പോയി ഹയർ സ്റ്റഡീസ് അവിടെ ജോലി ചെയ്ത് പേരൻസിനെയൊക്കെ കൊണ്ടുപോകുമല്ലോ. ആ ഒരു ഇത് വെച്ച് എന്റെ ഉള്ളിലെ ആഗ്രഹം പറഞ്ഞതാണ്. കാരണം ഞങ്ങൾക്ക് മക്കളില്ല, അങ്ങനെയും പോകാൻ പറ്റില്ല. സഹോദരങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ മക്കള്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇവന്റെ അടുത്തും പറയും, മൂത്ത ചേച്ചിയുടെ അടുത്തും പറയും, ഷിബിൻ പോയിട്ട് വേണം എനിക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോവാൻ. ഇപ്പൊ ആങ്ങളുടെ മക്കളുടെ അടുത്ത് ആണെങ്കിലും കൊച്ചവന്മാർ 5 വയസ്സേ ഉള്ളൂ. ഞാൻ അവന്മാരുടെ അടുത്ത് പറയും, നിങ്ങൾ പഠിച്ച് വലുതായിട്ട് വേണം കേട്ടോ വെഞ്ചിയമ്മിയെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനെന്ന്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയൂ, അത്രയേ ഉള്ളൂ. ചെറുതിനെ അടിച്ചപ്പോ വലുത് സമയം എത്ര മണി? 11:30 കണ്ടായി. രാത്രി 11:30 മണിക്ക് രണ്ടാണ് അതിന്റെ ചന്തിയിൽ വെള്ളമടിക്കുക. അതല്ല 11:30 മണിക്ക് ഇവിടെ വർത്താനം നമ്മുടെ വർത്താനം തീർന്നിട്ടില്ല. എനിക്ക് വലിയ രണ്ടെണ്ണവിടെ നിക്കുക ഇല്ലേ? വണ്ടിയുടെ ടയറിനകത്ത് അടിച്ച് വെളുപ്പിക്കുന്നോളം രണ്ടെണ്ണത്തിനെ അടിച്ചങ്ങ് വെളുപ്പിച്ച്. അവര് വന്ന ദിവസം മുറ്റത്ത് പൈപ്പിന്റെ വെള്ളത്തിൽ നിന്ന് 3 പേരൂടെ കുളിച്ച കഥയായി പറയുന്നേ. അന്ന് 2 ദിവസം ആ വെള്ളവും നിന്നോളൂ. പിന്നെ ഇന്നലെ വെള്ളം വന്ന് ഇന്ന് വൈകുന്നേരം അടിക്കാന്ന് പറഞ്ഞിരിക്കും. വൈകുന്നേരം വെള്ളവും ഇല്ല. പഞ്ചായത്ത് എനിക്ക് മനസ്സിലായി, പഞ്ചായത്തുകാർക്ക് മനസ്സിലായി ഇവര് വെള്ളം ഒരുപാട് ഉപയോഗിക്കുന്നു. മോളെ, നിനക്ക് എങ്ങനെയുള്ള പെണ്ണിനെ കെട്ടാനാ ഇഷ്ടം? അത് കേക്കുമ്പോ ബോളിന് ചിരി വരും. ചമ്മല് പറയടാ, നിനക്ക് എങ്ങനെയുള്ള ആളെയാ വേണ്ടത്? ശാന്തമായിട്ട് ഒന്നും പറയണ്ട, എന്നെക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെന്തോ ദേഷ്യപ്പെടല്. അപ്പൊ നീ എന്തോ പറഞ്ഞാലും കേട്ടിരിക്കണോ? അങ്ങനെയല്ല, തെറ്റൊക്കെ എല്ലാം അറിഞ്ഞ് എനിക്ക് അങ്ങനല്ല, തെറ്റൊക്കെ പറഞ്ഞ എനിക്കും ഞാൻ വല്ലതും തെറ്റ് ചെയ്താൽ അത് ഒന്ന് തിരുത്തിക്കണം. അല്ലേ അങ്ങനെ വേണം. പിന്നെ കാണാൻ എങ്ങനെയുള്ളത് വേണം? കാണാൻ നല്ലത് വേണം. അതെനിക്ക് ഇഷ്ടമായി. കാണാനൊക്കെ എന്റെ വയറും അത് ഞാൻ എങ്ങനെ ഇടും? അയ്യോ, അന്നേരം ചോദിക്കാം എന്തോ കാണാൻ കൊള്ളാത്തത്, കാണാൻ നല്ലതെന്ന് ഉദ്ദേശിച്ച് എന്തോ അതെന്തോ അർത്ഥം എന്തോ? എന്റെ പൊന്നോ, അയ്യോ അവിടെ എന്തോ പറ്റി? നിന്റെ ചേട്ടത്തി അമ്മയെ കുറിച്ചായി പറയുന്നത്. അയ്യോ, എനിക്ക് തലവേദന എടുക്കുന്നേ. നെക്സ്റ്റ് എക്സ്പെക്ടേഷൻ ജോലി വേണോ? ദൈവത്തെ ഒരു നല്ല കുട്ടി വേണം. ദൈവത്തെ അറിയുന്ന ദൈവഭയമുള്ള ഒരു കുട്ടി എന്റെ കൂടെ വേണം. പ്രാർത്ഥിക്കാനെല്ലാം എനിക്ക് എന്റെ കൂടെ വേണം. ഓക്കെ, പിന്നെന്തോ, പിന്നെ റൊമാൻറ്റിക്. അയ്യോ എന്റെ പൊന്നെ, പിന്നെ വെള്ളം നല്ല പോലെ പഠിച്ചിട്ട് വേണം. നല്ലപോലെ പഠിച്ചിട്ട് വേണം. എഡ്യൂക്കേഷൻ വേണം. പിന്നെ ജോലി വേണം. അത്ര വലിയ വേണ്ട, അത്ര മതി. ജോലി വേണോ? ആ ജോലി ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ വീട്ടു ജോലി അറിയണം.
പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്ന് ഇനി എടുത്ത് ഒപ്പിക്കും. അത് നോക്കാം. അത് ഇന്നത്തെ കാര്യം. കേട്ടല്ല, ഇത്ര എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട് ഉണ്ട്. നിന്റെ മോന്. നീ അല്ലേ പറയുന്നത് നിന്റെ മോൻ ഒന്നും അറിയത്തില്ലെന്ന്. നിന്റെ മോൻ ഇത്ര എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ കാണാൻ നന്നായിരിക്കണം, എഡ്യൂക്കേഷൻ വേണം, പിന്നെ വീട്ടുജോലി അറിഞ്ഞിരിക്കണം, ദൈവത്തെ അറിഞ്ഞിരിക്കണം. പിന്നെ വേറെ എന്തുവായിരുന്നു? സാരി എടുക്കുന്ന വേണോ ചുരിദാർ ഇടുന്ന വേണോ? അത് രണ്ടും മതി. രണ്ടും കുഴപ്പമില്ല. കുഴപ്പമില്ല. ചട്ടയും കൊണ്ട് ഇടുന്നോ? ചട്ടയും കൊണ്ട് അതെന്തുവാ? ഉമ്മാർക്ക് അറിഞ്ഞൂടാ. മുണ്ടറിയാം. ലുങ്കി അങ്ങ് അല്ല വേണ്ട. ബർമുഡ ആയാലോ? ബർമുഡ എന്തുവാ? 3/4 അത് വേണമെങ്കിൽ എടുത്തോ. എന്തെങ്കിലും വേണം. ഒന്നും വേണ്ട. അതൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും ഇത് മിക്കവാറും അമ്മയും മോനും അടി കൂടും. ഇത് അമ്മയും മോനും അടി കൊടുത്തതല്ല, എല്ലാം ഒത്തു കിട്ടിയപ്പോ ബോള് പറഞ്ഞു ഇനിയിപ്പോ കല്യാണം ഒന്നും വേണ്ട, ഞാൻ ഒരാളെ ഇനി വിളിച്ചോണ്ട് വരുന്നു. അങ്ങനെയൊന്നുമില്ല. പഠിക്കാൻ പോയി എല്ലാം ഒത്തു വന്നപ്പോ എല്ലാം ഇവിടെ ഇനിയിപ്പം ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. എന്റെ പൊന്നേ, നിന്റെ അമ്മായിയമ്മേലത്തെ അവസ്ഥയാടാ ഞാനിരുന്ന് ആലോചിക്കുന്നേ. എല്ലായിടും ആവാത്തേ. അപ്പൊ എക്സ്പെക്ടേഷൻ ഒക്കെ കേട്ടല്ലോ. കേട്ടല്ല, മലയാളി വേണം, ജോലി വേണം, പക്ഷെ അടുക്കളപ്പണി അറിയണം. മലയാളി വേണം. പിന്നെ വല്ലപ്പോഴും അവനെ അടിക്കുന്നത് കൂടെ ആയിരിക്കണം. അവനും ഹെൽപ്പ് ചെയ്യുമെന്ന് കിച്ചൺ. കിച്ചണി അവന് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്യാൻ അവന് മുട്ട വലിക്കുന്ന എല്ലാം വല്ലതും അറിയാമോ? ഒത്തിരി അറിയാം എനിക്ക്. ചായ അറിയാം, ടൊമാറ്റോ ചട്നി ചെയ്യാൻ അറിയാം, പിന്നെ നൂഡിൽസ് അറിയാം, ബുർജി ഉണ്ടാക്കാൻ അറിയാം. ഫസ്റ്റ് മലയാളി ആയിരിക്കും നിന്റെ കൂടെ വരുന്നത്. ചോറും വെക്കാൻ മലയാളി അല്ല വരുന്നത്, ഹിന്ദിക്കാരും എല്ലാം ആയിരിക്കും നിന്റെ കൂടെ വരുന്നത്. മോരുകറി 2 പരിവാരം ആവും. ഒന്ന് നാടൻ കേരളയും ഒന്ന് ബോംബേനെ ഫുഡും. അറിയത്തില്ലെങ്കിൽ അവൾ എനിക്ക് പഠിപ്പിച്ചു തരും. നീ നാടൻ കഴിക്കത്തുമില്ലല്ലോ, നീ ഇതല്ലേ കഴിക്കുന്നേ, അവള് പറ്റുന്ന കഴിക്കുന്നേ. അല്ല, ഞാനും കഴിക്കും. ജീവനോടുണ്ടെങ്കിൽ ഇതേപോലെ കെട്ടിക്കോട്ട് വരട്ടെ, അന്ന് ഇതേപോലെ ഇരുന്ന് പറയും. എന്താണീ പോവുകയും ചെയ്യും. വിരുന്തിയോറിന് പോളിനെയും ഭാര്യയും ഞങ്ങൾ എഴുത്താടി കൊണ്ടു. അപ്പോ ഇത്രയൊക്കെ ഉണ്ട് കേട്ടല്ലോ. ആ, പിന്നെന്തൊക്കെയാണ് മനസ്സിലുള്ളത്? ഇങ്ങോട്ട് പുറത്തോട്ട് വരട്ടെ. ജോലി എന്തോ ഉദ്ദേശിക്കുന്നത്? ജോലി എന്തോ ഉദ്ദേശിക്കുന്നത്? ഡോക്ടറാണോ നേഴ്സാണോ? അതൊന്നും കുഴപ്പമില്ല. ജോലി ചെയ്ത് ശമ്പളം വേണം. എന്ത് ജോലിയായാലും കുഴപ്പമില്ല, ശമ്പളം വേണം. ഓരോ ജോലിക്ക് ഓരോ ശമ്പളം ഇല്ലയോ? അതവന് പ്രശ്നമില്ല. എന്തെങ്കിലും ചെയ്യട്ടെ. എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, അതനുസരിച്ചുള്ള ഒരു ജോബും വേണം. അതാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. എന്തൊരു ജോലിയാ അതെനിക്കറിയത്തില്ല. അത് അവളുടെ ഇഷ്ടം. ഞാൻ എന്തോ ചെയ്യണം. പലർക്കും പല ജോലിയല്ലയോ? അപ്പൊ നിന്റെ മനസ്സിൽ ഏത് ജോലിയാന്ന് അറിയട്ടെ. നേഴ്സ് വേണോ, ഡോക്ടർ വേണോ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ വേണോ? മനസ്സിലില്ല. ഇല്ലയോ? ഇല്ല. ഇനി അത് മനസ്സിൽ കേട്ടാ എന്ത് വഴി? നിനക്ക് വിദേശത്തോട്ട് പോണോന്ന് ആഗ്രഹമുണ്ടോ? പോണം. ഞാൻ തന്നെ പോയിട്ട് അവിടെ അവൾക്ക് കൊണ്ടുപോകും. അങ്ങനാണെങ്കിൽ അതും നല്ല കാര്യമാണ്. അപ്പോഴേ നിന്റെ ഭാര്യ എന്തേലും കുറ്റം ചെയ്തു വീട്ടില്, അപ്പൊ നിന്റെ അമ്മ നിന്റെ ഭാര്യയെ വഴക്ക് പറഞ്ഞു, നീ ആരുടെ സൈഡ് നിൽക്കും? അമ്മയുടെ. പിറ്റേന്ന് ഭാര്യ ഇങ്ങനെ നിൽക്കും. അപ്പൊ തെറ്റ് ചെയ്തില്ലേ? ഒരു വഴിക്ക് അമ്മയുടെ വഴി, ഭാര്യയുടെ നടുക്ക്.
രണ്ടെണ്ണം കൂടെ അപ്പുറം രണ്ടെണ്ണം കൂടെ അപ്പുറം തനിക്ക് കൈ കേറിയത് ഇതായി ഇത്രയും വർഷമായിട്ട് ഞാൻ പല വീഡിയോകളും എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഭയങ്കരമായിട്ട് ചിരിച്ച് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഇതാണ് കേട്ടോ. കാരണം ആ പോളിന്റെ സംസാരവും അന്നേരത്തെ ആ ഒരു എന്താ പറയുന്നത്, ശരിക്കും എൻജോയ് ചെയ്ത ഒരു സമയമായിരുന്നു അത്. അപ്പോ നിങ്ങളിൽ എത്ര പേര് അത് എൻജോയ് ചെയ്തു എന്ന് എനിക്കറിയില്ല, എത്ര പേര് ഈ വീഡിയോ ഫുൾ കണ്ടു എന്നും അറിയില്ല. പക്ഷെ ഞാൻ ശരിക്കും ഇപ്പോഴും അത് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും കാണുമ്പോഴും ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പിറ്റേന്ന് പിറ്റേ ഒരു ദിവസം കൂടെ കഴിഞ്ഞാണ് തിരിച്ച് അഞ്ചലോട്ട് പോയത്. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ പല ദിവസത്തെ വീഡിയോസ് ആണെന്ന്. ഞാൻ മീൻ വെട്ടുന്ന സ്ഥലമാണ് ഇപ്പൊ ഇത്. വെട്ടാനിരിക്കുമ്പോഴത്തേക്ക് പൂച്ചപ്പട്ടാളങ്ങളും എല്ലാം ചുറ്റും കാണും. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എന്ന് തന്നെ പറയാം, എല്ലാ വർഷവും ലീവിന് വരുമ്പോ എന്റെ ഇതാണ് അച്ചാർ മേടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പറയുകയായിരുന്നു, ഇപ്പം ഈ അച്ചാർ മതി അവിടെ എല്ലാവർക്കും, കൂട്ടുകാരികൾക്കും കൊണ്ട് കൊടുത്തപ്പോ അവർക്കും ഇത് മാത്രം മതി എന്നാ പറയുന്നത്. അങ്ങനെ കൂടുതലായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പൊ പിറ്റേന്ന് രാവിലെ ഞങ്ങള് വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എനിക്കൊരു കിങ്ങിണി പൂച്ച ഉണ്ടായിരുന്നല്ലോ, എന്റെ അല്ല അയൽ വീട്ടിലെയായിരുന്നു, എന്റെ അടുത്ത് വരാറുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന പാത്രമാണ് കേട്ടോ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അവളൊരു 2-3 പ്രാവശ്യമേ കഴിച്ചിട്ടുള്ളൂ. അതിൽ പിന്നെ അവളെ കണ്ടിട്ടില്ല. ഇപ്പൊ അവരുടെ വീട്ടിലുള്ള കേട്ടോ. എനിക്കൊന്ന് ചത്തുപോയെന്ന് കാണുന്നേ ഇല്ല. ഇപ്പൊ ഇവിടെ എങ്ങും ഇല്ല, ഏറിയാലെങ്ങും ഇല്ല അവള്. അപ്പൊ ഇപ്പൊ ഇവനാണ് ഈ പാത്രത്തിൽ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. കൊച്ചുകൾ ഇങ്ങോട്ടൊന്ന് നോക്ക്. എല്ലാരും ഞങ്ങൾ യാത്രയാവുകയാണ് ബോംബെയിലോട്ട്. എല്ലാരും പറഞ്ഞ് രണ്ടുപേരോടുള്ള വീഡിയോ ഇടണം, Q&A ഇടണം, രണ്ടുപേരോടുള്ള ഉണ്ടല്ലോ, ഹൂ നോസ് മീ ബെറ്റർ ഇടണം, ചിറ്റ്ചാറ്റ് ചെയ്യണം. ഒന്നും നടന്നിട്ടില്ല. അതിനെക്കാട്ടി ഭയങ്കര രസം ലൈവ് പോണം. ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നും ദിവസങ്ങൾ എങ്ങനെ പോയെന്നറിയത്തില്ല. ഒരാഴ്ച വീട്ടില് അയൽവക്കക്കാരെല്ലാരും അറിഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീടുണ്ടെന്ന്. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചു. ആനന്ദക്കവും രാത്രി 11-11:30 വരെ സിറ്റൗട്ടില് മേഹളവും സംസാരവും ഒക്കെ ആയിട്ട്. മോളെ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നേ? സങ്കല്പത്തിലാ സൗത്ത് ഇന്ത്യൻകാരിയുടെ മോള് സൗത്ത് ഇന്ത്യൻ പെണ്ണ് വേണം, കേരളത്തിലെ പെണ്ണ് വേണം, ശാന്ത സ്വഭാവം വേണം, ബെഞ്ചമിയെ പോലെ തമാശ പറയുന്നവര് വേണം. എന്റെ കൂട്ട് ഫണ്ണി എന്ന് പറയടാ. മഴയുണ്ട് കേട്ടോ. ഞങ്ങള് രാവിലെ വീട്ടിൽ ഞങ്ങള് വിളിച്ചു പറഞ്ഞു ഞങ്ങള് രാവിലെ ഇറങ്ങും കേട്ടോ. ഞാൻ അന്നേരേ പറഞ്ഞേ രാവിലെ 1 മണിയായി ഇറങ്ങിയപ്പോ. ഹലോ 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 വേറെ വെള്ളം പറ. ഹലോ ഹലോ ആരാ? ആരാ? ജോഷ്മോനാണോ ഇത്? ജോഷ്മോൻ എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നോ? മോന്റെ സ്കൂളൊക്കെ എപ്പം തുറക്കും? മോനിപ്പം ഏത് സ്റ്റാൻഡിലാ പോന്നേ? ആണോ? മോനെ സ്കൂൾ ഒത്തിരി ഇഷ്ടമാണോ? ആണോ? ഇല്ല. ഇവിടെ പ്രൈസ് എന്ന് വെച്ചാൽ ഉണ്ട്. പിന്നെ അവിടെ ടോമൻഡടി ഒക്കെ ഉണ്ടോ? ടോം ആൻഡ് ജെറി ഇല്ല മോനെ. ഇല്ലടാ. ഇല്ല മോനെ. കാലും കൊണ്ട് തൗത്തി പറ്റും. ആണോ? മോൻ ആ മുട്ട കഴിക്കുമോ? ഇഷ്ടമാണോ? മുട്ട ഒത്തിരി ഇഷ്ടമാണോ? ചിക്കന് കായന് മുട്ട ഇഷ്ടമാണോ? ചിക്കൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ബീഫും ചിക്കനകത്ത് എന്തോ ഇഷ്ടമോ ഒത്തിരി? ജോഷേ അല്ല, ബീഫാണോ ഇഷ്ടം ചിക്കനാണോ ഇഷ്ടം? ബീഫും ചിക്കനും പഠിക്കില്ല.
കോഴിക്ക് നിന്റെ ഒരു നിക്കറിട്ട് കൊടുക്കണം മുട്ട പൊട്ടാതിരിക്കാൻ. ആണോ? നീ ഒരു നിക്കറിട്ട് കൊടുത്താൽ മതി കോഴിക്ക്. അല്ല നിക്കടിച്ചാല് അയാൾക്ക് ചൂടും പെടുക്കും നിക്കറിട്ട അതിനകത്ത് തൂറും പെടുക്കും. കോഴി പിടിക്കുകയും ചെയ്യും. അപ്പിടും പെടുക്കും. അപ്പീടും പെടുക്കും. ഈ ഫോണൊന്ന് മാറ്റിയിട്ട് നമുക്ക് അല്ലാതെ സംസാരിക്കാം. ഇത് വീസ അവന്റെ വായിലെല്ലാം കുട്ടി കെട്ടി. അപ്പൊ എന്തായാലും വെക്കേഷൻ കഴിഞ്ഞ് അവര് അവിടെ ബോംബെയിൽ തിരിച്ചെത്തി. 2 വർഷത്തിന് ശേഷം. ഇനിയിപ്പം എന്നാണ് നാട്ടിലോട്ട് വരുന്നതെന്ന് അറിയില്ല, എന്ന് നേരിൽ കാണുമെന്നും അറിയില്ല. എന്തായാലും എല്ലാരും വീട്ടിലൊക്കെ വരുമ്പോ ഒരു സന്തോഷമാണ്. തിരിച്ചു പോകുമ്പോൾ പോയി കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം ആകെ ഒരു മൂഡ് ഓഫ് ആണ് കേട്ടോ. കാരണം എല്ലാം അവരുള്ള സമയത്ത് അവരെന്നല്ല ആരായാലും വീട്ടിൽ ആളുകളുള്ള സമയത്ത് അലപ്പും ബഹളവും ചാട്ടവും മേളവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ നോർമൽ ലൈഫിലോട്ട് വരാൻ ഇത്തിരി സമയം എടുക്കും കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എനിക്കറിയാം ഇന്നത്തെ വ്ളോഗ് ഇത്തിരി വലുതാണ്, പക്ഷെ ഇനി ഈ വ്ളോഗ് ഇങ്ങനെ നീട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം അവരെത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ. എനിക്കറിയാം ഇത് കാത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. ചേച്ചി എന്ത് വീഡിയോ ഇട്ടാലും പോയി ഞങ്ങൾ കണ്ടോളാം എന്ന് പറയുന്നവരും ഉണ്ട്. അതൊക്കെ ഒരു സന്തോഷം. അപ്പോ ഞാന് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ. ഗോഡ് ബ്ലെസ് യു.